ഫുഡ് ട്രക്ക് എന്നാണ് ഇതിൻ്റെ പേര്. കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഭാഗമാണ് കാണുന്നത്. കയറിയപ്പോൾ തന്നെ സീ കിട്ടി. ചേട്ടാ മീൻ എന്തെങ്കിലും കിട്ടിയോ? കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഫോർട്ടുകളിൽ ഒന്നായ നമ്മുടെ സ്വന്തം ബേക്കൽ ഫോർട്ട്. ബേക്കൽ ഫോർട്ടിന്റെ എൻട്രൻസ് ആണ് കാണുന്നത്. ചെങ്കല്ല് കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. നല്ല അടിപൊളി ഇന്റർലോക്ക് ഒക്കെ ഇട്ട് അടിപൊളി ഫുട്പാത്ത് അല്ലേ. ഇതെൻ്റെ ഫ്രണ്ട്സാണ് ജിബിൻ, വിവേക്, ബിബിൻ. അപ്പോൾ നമ്മുടെ എൻട്രൻസ് കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി. ഇനി അപ്പോൾ നമ്മൾ മെല്ലെ ഉള്ളിലോട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പോകല്ലേ? പോയേക്കാം. ഇവിടുന്ന് ഒരു എൻട്രൻസിൽ നിന്ന് ഗേറ്റിൻ്റെ അവിടുന്ന് ഒരു 100 മീറ്ററോളം മുമ്പോട്ട് സഞ്ചരിച്ചാൽ അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വണ്ടി പാർക്ക് ചെയ്യാൻ പെയ്ഡ് പാർക്കിംഗ് ആണ് അല്ലേ? എത്ര രൂപയാണ് ബൈക്കിന് പാർക്ക് ചെയ്യുന്നത്? ബൈക്കിനല്ലേ? ബൈക്കിന് 10 രൂപയാണ് പാർക്കിംഗ്. നമുക്ക് 2 ബൈക്ക് ഉണ്ടായിരുന്നു. ഇതിൻ്റെ പാർക്കിംഗ് കൊടുത്തിട്ട് ഞങ്ങൾ ഗേറ്റിൻ്റെ വിഷ്വൽസ് ഒക്കെ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ചുമ്മാ നടന്ന് വെള്ളമൊക്കെ കുടിച്ച് കയറി പോവുകയാണ്. അകത്ത് കടകളൊന്നുമില്ല. അപ്പം കയറുന്നതിന് മുമ്പേ വെള്ളമൊക്കെ മേടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് സെറ്റായിട്ട് കയറാം അല്ലേ? റെഡി അല്ലേ പോവാൻ? ഇതാ അവിടെയാണ് പാർക്കിംഗ്. ആൾക്കാരൊക്കെ നിൽക്കുന്ന സ്ഥലത്താണ് പാർക്കിംഗ്. അതിവിശാലമായ ഒരു പാർക്കിംഗ് സൗകര്യം ഇവിടെയാണ്. ഇതാ പൈസ കൊടുത്താണ് പാർക്ക് ചെയ്യുന്നത്. ഇതാണ് ബേക്കൽ ഫോർട്ട്. ഇതാ ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ കടകളൊക്കെ ഉണ്ട്. വെള്ളവും സാധനങ്ങളൊക്കെ വേണമെങ്കിൽ. ഈ ഫോർട്ടിൻ്റെ നേരെ വലത്തെ സൈഡിലായിട്ട് ഇവിടെ ഒരു മസ്ജിദാണ്. മുസ്ലിം പള്ളിയാണ്. ഈ ചർച്ച് ടിപ്പു സുൽത്താൻ്റെ കാലത്ത് പണി കഴിപ്പിച്ചതാണെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഈ ഫോർട്ടിൻ്റെ ഉള്ളിൽ ഒരു അമ്പലം കൂടിയുണ്ട്. ഐസ്ക്രീം മേടിച്ചിരിക്കുകയാണെങ്കിൽ എടേ എനിക്കെന്താടാ. അപ്പോൾ ഐസ്ക്രീം കഴിച്ചിട്ട് നല്ല നമുക്ക് ഫോർട്ടിൻ്റെ ഉള്ളിലില്ല. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബേക്കൽ ഫോർട്ട് പള്ളിക്കര ഇൻഫർമേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. വിസിറ്റേഴ്സ് ടൈം എൻട്രി 25 അങ്ങനെ കുറേ ഡീറ്റെയിൽസ്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് കോട്ടയ്ക്കുള്ളിൽ ഇവിടെ ഒരു തിയേറ്ററും കാണാൻ. നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് കൗണ്ടറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എത്ര പൈസയാണെന്ന് അറിയത്തില്ല. ഞാനും വന്നിട്ട് കുറച്ചായി. അപ്പോൾ ഉള്ളിൽ ചെന്നില്ല. ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ടിക്കറ്റ് എടുക്കാനായിട്ട് പോകണം. താങ്ക് യു. ടിക്കറ്റ് കിട്ടി. ടിക്കറ്റ് കിട്ടി. ഇനി നമ്മൾ ഉള്ളിലോട്ട് കയറാം. 25 രൂപ. ഫ്രണ്ട്സ് ഇവിടെ നിന്നാണ് നമ്മുടെ എൻട്രൻസ്. ഇവിടെ ടിക്കറ്റ് കാണിക്കണം. എന്ത് സീൻ? ട്രൈപോഡ് കയറ്റി വിട്ടില്ല. കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഫോർട്ടുകളിലൊന്നാണ് അതുപോലെ തന്നെ എന്ത് രസമാണ് കാണുന്നത്. ബേക്കൽ ഫോർട്ടിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആദ്യം കാണുന്ന വ്യൂ ഇങ്ങനെയാണ്. പോയേക്കാം, നമുക്ക് മുമ്പോട്ട് പോകാം. ട്രൈപോഡിൽ ഞാൻ കുറേ ടൈം ലാപ്സും എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഉള്ളിൽ വന്നിട്ട്. പക്ഷേ ട്രൈപോഡ് കയറ്റി വിടില്ല എന്നുള്ള അറിവില്ലല്ലോ അല്ലേ? അപ്പോൾ കേരളത്തിലെ ഏറ്റവും മനോഹരമായതും അതുപോലെ തന്നെ ഏറ്റവും വലുതുമായ ബേക്കൽ ഫോർട്ടിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ബേക്കൽ ഫോർട്ട് നിർമ്മിക്കപ്പെട്ടത് ഏകദേശം 17-ാം നൂറ്റാണ്ടിലാണെന്ന് പറയപ്പെടുന്നു. എനിക്കങ്ങനെയാണ് അറിയാൻ സാധിച്ചത്. ഭയങ്കര വെയിലാട്ടോ. നമ്മൾ വന്ന് നട്ടുച്ച സമയത്താണ്. കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് പറഞ്ഞത്. വളരെ വളരെ നേരത്തെ. എല്ലാവരും ഇത് ഒരു നിരീക്ഷണ ഗോപുരമാണ്. പണ്ട് കാലത്ത് യുദ്ധക്കപ്പലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഇതിൻ്റെ മുകളിൽ നിന്നാണ് നിൽക്കുന്നത്. ആൾക്കാരൊക്കെ മുകളിൽ കയറി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇറങ്ങി വരുന്നുണ്ട്. താഴെയുള്ളവർക്ക് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അതിന് മുകളിൽ കയറാം. അത്രയ്ക്ക് സിമ്പിളല്ല, കയറാം. വീൽ ചെയറിലൊക്കെ കൊണ്ടിരുന്നവരെ വരെ അതിന് മുകളിൽ കയറ്റി കൊണ്ടുപോകാം അല്ലേ? അതെ. ഇവിടെ നമ്മളിത് നടന്ന് വർത്താനം പറഞ്ഞ് ഇതിൻ്റെ എൻഡിങ്ങിലെത്തി. പണ്ട് കാലത്ത് ഈ യുദ്ധോപകരണങ്ങളും സാധനങ്ങളൊക്കെ മുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കണം ഐ തിങ്ക്. ഈ വാച്ച് ടവറിന് അതിന് മുകളിൽ കയറിയുള്ള വ്യൂ അങ്ങനെ ഉണ്ടെന്നുള്ളതാണ്. കുത്തനെയുള്ള കയറ്റമാണ്. ഫോട്ടോഷൂട്ടൊക്കെ ആയതാണ്. അങ്ങ് ദൂരെ കാണുന്നത് പള്ളിക്കര ബീച്ചാണ്. അവിടെയൊക്കെ ആൾക്കാർ മുകളിൽ കയറി ഫോട്ടോ എടുക്കുന്നുണ്ട്. ബേക്കൽ ഫോർട്ടിലൊരു 360 വ്യൂ നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഈ ഒരു ഗോപുരത്തിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലത് മൊത്തം ആൾക്കാരാണ്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ചുറ്റിന് കടലാണ്. സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഫോർട്ട്.
ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്കിത് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് പള്ളിക്കര ബീച്ചിൻ്റെ ഒരു ദൃശ്യം നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. അടിപൊളിയാണ്. ഇവിടെ ഇറങ്ങാമല്ലേ, കുത്തനെയുള്ള ഇറക്കം പോലെയാണ്, ഒരു സ്ലോപ്പ് പോലെയാണ്. സൂക്ഷിച്ച് വളരെ മനോഹരമായ പൂന്തോട്ടം നമുക്കിങ്ങനെ നടക്കുമ്പോൾ സൈഡിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ ഇത് എന്താ എഴുതിയേക്കുന്നല്ലടാ, ബേക്കൽ എന്നല്ല ഇത് എഴുതിയിട്ടുള്ളത്, പൂക്കൾ പറിക്കലെന്ന് എഴുതിയിട്ടുള്ളത്. പച്ചപ്പും ഹരിതാപമാണ് എവിടെ നോക്കിയാൽ. നല്ല അടിപൊളി ചെടികളൊക്കെ വെച്ച് വളരെ അടിപൊളിയാക്കിയിട്ടുണ്ട്. നല്ല രസമാണ് ഇതിൻ്റെ ഉള്ളിൽ കയറുന്നതെല്ലാം. ഫുൾ കളർഫുള്ളാണല്ലേ. ഫോട്ടോഗ്രാഫർമാരൊക്കെ വന്ന് അടിപൊളിയായിട്ടൊരു ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ട് കൂടിയാണ്. കോട്ടയുടെ ഒരു സൈഡ് ഇടിഞ്ഞു പോയിരിക്കുകയാണ്. അയ്യോ സീൻ. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കീഴിലാണ് ഇതിൻ്റെ പണി നടന്നതെന്നൊക്കെ ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടു. പക്ഷേ അവിടെയും ഒരു കറക്റ്റ് അല്ല. അതെ, ചരിത്രം അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. ഈ ബേക്കൽ ഫോർട്ട് എപ്പോഴാണ് നിർമ്മിച്ചതെന്നൊരു കറക്റ്റ് അറിയാവുന്ന ആൾക്കാർ, ബാക്കിയുള്ളവർക്കും കൂടെ അതൊരു അറിവായിരിക്കും. അപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക കോട്ടകൾ നിർമ്മിച്ചിരിക്കുന്നത് വിദേശികളാണ്. പക്ഷേ നമ്മുടെ ബേക്കൽ കോട്ടയും പോസ്തുർക്ക് കോട്ടയും നിർമ്മിച്ചിരിക്കുന്നത് ദേശീയരായ രാജാക്കന്മാർ തന്നെയാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന ചെങ്കല്ല് അതുപോലെയുള്ള സംഭവങ്ങൾ കൊണ്ടാണ് ഇത് പിന്നീട് നിർമ്മിക്കുന്നത്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നമുക്ക് ഫോർട്ടിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇതേപോലെ കുറേ ഹോളുകളൊക്കെ കാണാം. ഇത് പണ്ട് കാലത്തെ ഇവിടെ ഇരുന്നിട്ടാണെന്ന് തോന്നുന്നു അതെ സ്ട്രേഞ്ചേഴ്സിനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇതേ വരുത്തനെ ഇന്ന് ദൂരെ വാച്ച് ടവറിൻ്റെ മുകൾ ഭാഗത്തിൻ്റെ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. അതിന് മുകളിലൊക്കെ ആൾക്കാരുണ്ട്. വന്നില്ല കടലിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ട് ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിലൂടെയാണ് നമ്മൾ കടലിൻ്റെ തീരത്തോട്ട് ഇറങ്ങേണ്ടത്. കടലിനോട് ചേർന്നുള്ള ഭാഗത്തോട് കൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാറ്റടിക്കുന്നത് അപ്പുറം സൈഡ് പള്ളിക്കര ബീച്ചാണ്. നമ്മളിത് ആ ബീച്ച് സൈഡിലേക്കാണ് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപകട മേഖല എന്നുള്ള സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ കുറേ ആൾക്കാരൊക്കെ ഇപ്പോഴും അവിടെ കയറി അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ചെയ്യാനാവും നോക്കാം. നമ്മളങ്ങനെ പൊരി വെയിലത്തുനിന്ന് മാറി ഒരു തണുപ്പുള്ള സ്ഥലത്തുണ്ട്. ആ കൊയിൽ പോകുന്നതാണ് ഇത്. അവിടെ ചേട്ടന്മാർ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്. ചേട്ടന്മാർക്ക് മീൻ വെള്ളം കിട്ടിയെന്ന് ചോദിച്ചിട്ടാണ്. ബേക്കൽ ഫോർട്ടിൻ്റെ കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഭാഗമാണത്. നേരത്തെ കുറേ ചേട്ടന്മാർ ഇവിടെ ചൂണ്ട ഇടുന്നുണ്ട്. മീൻ എന്തെങ്കിലും കിട്ടിയാ? അപ്പം ഞങ്ങളെ ഓടിച്ച്. ഓക്കെ, അപ്പം പിടിച്ച് തകർക്ക്. അവിടെ ഇറങ്ങി അപ്പോഴത്തേനും ഗാർഡ് നമ്മളെ ഓടിച്ചു. ബേക്കൽ ഫോർട്ടിൻ്റെ കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് കടലിൻ്റെ ഏറ്റവും അടുത്തുള്ള ബേക്കൽ ഫോർട്ടിൻ്റെ ഒരു ഭാഗം ഇതാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ബേക്കൽ ഫോർട്ടിൽ നിന്ന് തിരിച്ചിറങ്ങാൻ പോവുകയാണ്. ബേക്കൽ ഫോർട്ടിന് തൊട്ടടുത്താണ് പള്ളിക്കര ബീച്ചാണ്. നമ്മൾ പള്ളിക്കര ബീച്ചിൽ കൂടെ പോയിട്ട് പറ്റിയ സൺസെറ്റും കണ്ടിട്ട് ഫോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പള്ളിക്കര ബീച്ച്. അങ്ങനെ ബേക്കൽ ഫോർട്ടിയുടെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും കംപ്ലീറ്റ് ആൾക്കാർ. ഈവനിങ് ടൈമിലാണ് ഇവിടെ കുറേ ആൾക്കാർ കൂടുതൽ വരുന്നത്. ആദ്യം വന്നപ്പോൾ ബൈക്ക് കയറ്റി ഉള്ളിലേക്ക് കയറ്റി വെച്ചു. പിന്നെ ഇപ്പോൾ എടുക്കാനാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ബേക്കൽ ഫോർട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ പള്ളിക്കര ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ബേക്കൽ ഫോർട്ടിൽ നിന്ന് തിരിച്ച് നമ്മൾ പള്ളിക്കര ബീച്ചിലേക്ക് വന്നിരിക്കും. സൺഡേ ആയതുകൊണ്ടായിരിക്കണം ഇത്രയധികം ആൾക്കാർ അല്ലേ. കുളിക്കുന്നു, ചിലവർ കളിക്കുന്നു, അല്ലാത്തവർ ഇവിടെ നോക്കി നിൽക്കുന്നു. എല്ലാവരും ഓരോരോ വൈബിലാണ്. ഗായ്സ്, എന്തോരോ ആൾക്കാരാണ് നോക്കിയേ. ഇതാ ഓരോരുത്തർ ഇതിൽ കയറാനാണ് ഇത്ര ആൾക്കാർ. സൂപ്പർ സാധനം. ഇത് എന്തോരോ ആൾക്കാരാണ് നോക്കി അതിൽ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്.
കുട്ടികൾക്കുള്ള റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഫുള്ള് ആൾക്കാരാണ്. ഞങ്ങളങ്ങനെ പള്ളിക്കര ബീച്ചിലെ വൈബൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സംഭവമാണ്, ഒരു ലോറിയയിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു ഷോപ്പ് ഫുഡ് ട്രക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, ഒരു ആംബിയൻസ് ആണ്. അതിലേക്ക് അകത്തേക്കും ലൈറ്റൊക്കെ നമ്മൾ വേറെ ആൾക്കാർക്ക് ഫുഡ് കഴിക്കുന്നു. പള്ളിക്കര ബീച്ചിലെ തിരക്കാണ് ഇപ്പോൾ കാണുന്നത്. ബീച്ചിലൊന്നും അധികം ആൾക്കാരില്ല, പക്ഷെ ഇവിടെയൊക്കെ നല്ല ആൾക്കാരാണ്. ഇത് കാഞ്ഞങ്ങാടേക്കുള്ള ട്രെയിനാണ് തോന്നുന്നു. ഇതായുണ്ട് എത്രയും ആൾക്കാരുടെ ഇടയിൽ കൂടെ ഒരു കുഞ്ഞു ട്രെയിന്. ഇവിടെ പാനിപ്പൂരി ഉണ്ടാക്കുന്നു. പാനിപ്പൂരി കിട്ടിയിരിക്കുകയാണ്.